Praise be to God and good evening to everyone. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. I want to bring you all greetings from Calvary Bible Fellowship in Bangalore. ബാംഗ്ലൂരിലുള്ള കാൽവറി ബൈബിൾ ഫെലോഷിപ്പിൽ നിന്നുള്ള ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. And I want to say at the outset that it's an honor to be standing up here and preaching God's word. നിങ്ങളുടെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ലഭ്യമായ അവസരം ഒരു വലിയ പദവിയായി ഞാൻ പരിഗണിക്കുകയാണ്. I've heard that this assembly has been here as a testimony for the last 65 years. കഴിഞ്ഞ 65 വർഷങ്ങളായിട്ട് ഈ സഭ ഇവിടെ ഒരു സാക്ഷ്യം പ്രവർത്തിക്കൊണ്ട് നിൽക്കുന്നു എന്നറിയുവാൻ എനിക്ക് കഴിഞ്ഞു. That's not a small thing. അതൊരു ചെറിയ കാര്യമല്ല. The Lord has blessed it. ദൈവം ഇതിനെ അനുഗ്രഹിച്ചു. And it only is a testament to the fact that the Lord's hand of favor is upon it. ദൈവത്തിന്റെ അനുഗ്രഹകരം ഇതിന്മേലുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് അതിരിക്കുന്നത്. So may the Lord continue to bless the work that's happening here and in this region. ഇവിടെയുള്ള ശുശ്രൂഷകളെ, ഈ പരിസരങ്ങളിലുള്ള ശുശ്രൂഷകളെ ദൈവം തുറന്നും അനുഗ്രഹിക്കുമാറാകട്ടെ. It's an honor to preach God's word anywhere. ദൈവവചനം എവിടെ പ്രഘോഷിക്കുന്നതും ഒരു പദവി തന്നെയാണ്. And I want to say that it's also an honor to have Uncle George Koshi translate for me. എനിക്ക് തർജ്ജമ ചെയ്യാൻ പ്രിയ സഹോദരനെ കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Just a couple of personal things here. I've known Sunny Chan for a few years now. വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. പ്രിയ സന്നിച്ചാൻ എനിക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. I had heard of him earlier much. അതിന് മുൻപ് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. But we only got to meet personally for the first time in Kuala Lumpur. കൊലാലംപൂരിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരസ്പരം കണ്ടുമുട്ടുവാൻ അവസരം ഉണ്ടാകുന്നത്. And then we spent some time there. അവിടെ ഞങ്ങൾ അല്പസമയം ഒരുമിച്ച് ചെലവഴിച്ചു. Ever since we've been in touch. അതിനുശേഷം ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടാറുണ്ട്. And it's been a joy to meet him and know him all these years. ഈ കാലങ്ങളിലൊക്കെയും അദ്ദേഹത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. And once again, it's a delight to see him here. വീണ്ടും ഇവിടെ കാണുവാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. Also want to talk about Samuel uncle. പ്രിയ രായ്ചാൻ സാമുവൽ അങ്കിളിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Auntie as well. ആന്റിയെ ഞാൻ ഓർക്കുന്നു. Their children are in our assembly. മക്കൾ ഞങ്ങളുടെ സഭയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. I've known them for many years now. അനേക വർഷങ്ങളായിട്ട് പ്രിയപ്പെട്ടവർ എനിക്ക് പരിചയമുണ്ട്. So it's also a delight to see them here as well. അവരെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. So the topic that has been given to me is living in light of the Lord's imminent return. എനിക്ക് ലഭ്യമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. So I'm not going to deal with eschatology per se. I'm not going to deal with eschatology. ഞാൻ അതിന് ഭാവികാല ശാസ്ത്രമല്ല ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. In light of his imminent return, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ how do we live here? നാം എങ്ങനെ ഇവിടെ പാർക്കണം എന്നുള്ളത്. How should our life be? എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? As a member of the church, ഈ സഭയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ, as a servant of the Lord, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, and as somebody who must be actively involved in the church. സഭയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. So all these three sessions are going to be very practical. ഈ മൂന്ന് കാര്യങ്ങളിലും പ്രായോഗികമായ ചില ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ തുനിയുന്നത്. So the first thing this evening, ഒന്നാമതായിട്ട് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, the title is A Genuine Church in Light of the Lord's Imminent Return. കർത്താവിന്റെ ആസന്നമായ മടങ്ങിവരവിന്റെ പശ്ചാത്തലത്തിൽ ഒരു യഥാർത്ഥമായ സഭ എന്നുള്ളതാണ്. A genuine church in light of the Lord's imminent return. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പശ്ചാത്തലത്തിൽ ആ വെളിച്ചത്തിൽ യഥാർത്ഥമായ ഒരു സഭ എങ്ങനെയായിരിക്കണം. So I'm going to be speaking from 1 Thessalonians chapter 1 verses 2 through 10. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Open your Bibles to that page, please. ആ പേജിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. You don't have to read all of it together. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വായിക്കേണ്ടതില്ല. But we'll go verse by verse, phrase by phrase, and understand what the text is here and what Paul has to say to us this evening. ഇവിടെ പൗലോസ് നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഓരോ പദാനുപദ പഠനത്തിൽ കൂടെ നമുക്ക് ബോധ്യമാകട്ടെ. But let me begin with an illustration here. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. A Chinese boy wanted to learn about diamonds. ഒരു ചൈനീസ് ആൺകുട്ടി ബാലൻ ഒരു ഡയമണ്ട് വാങ്ങാൻ ആഗ്രഹിച്ചു. He wanted to learn about diamonds. ഡയമണ്ടുകളെ കുറിച്ച് പഠിക്കുവാനാണ് താൻ ആഗ്രഹിച്ചത്. So he went to study about diamonds with a talented old teacher. വളരെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി തുനിഞ്ഞു. So the first day when he went there, ഒന്നാമത്തെ ദിവസം താൻ അവിടെ പോയപ്പോൾ this teacher put a piece of diamond into his hand. ഒരു ഡയമണ്ട് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. And he told him to hold it tight. മുറുക്കി പിടിക്കാൻ ആവശ്യപ്പെട്ടു. And as he's holding it tight, മുറുക്കി പിടിക്കുന്ന സമയത്ത് he began to talk about philosophy and everything under the sun except this diamond. അദ്ദേഹം തത്വശാസ്ത്രത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. ഈ ഡയമണ്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. And after 2 hours, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് he took the diamond back, ഈ ഡയമണ്ട് തിരികെ വാങ്ങി, sent the boy back home.
ഈ ബാലനെ തിരികെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. And this went on every day for the next 6 months. അടുത്ത 6 മാസം ഈ പ്രക്രിയ ഇങ്ങനെ തുടരുകയാണ്. So this boy was troubled in his heart about this. ഈ ബാലന് ആ കൂടെ ആശങ്ക തോന്നി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാതെ. He even became frustrated. അവൻ വളരെ നിരാശാഭരിതനായി. So he was thinking, when would this teacher tell me about diamonds? ഈ അധ്യാപകൻ, ഈ ഗുരു എന്നാണ് എന്നോട് ഈ ഡയമണ്ടിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതായിരുന്നു അവന്റെ ചിന്ത. But the boy was too polite to question the teacher. എന്നാൽ അധ്യാപകനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവന്റെ വിനയം അവനെ അനുവദിച്ചില്ല. And he also was a venerable teacher, so he didn't want to question his wisdom as well. അദ്ദേഹം വളരെ വിജ്ഞാനിയായ, വളരെ പരിണിതപ്രജ്ഞനായ ഒരു അധ്യാപകനാണ്. Then one day, ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ this gentleman put a piece of stone into the boy's hands. ഈ ബാലന്റെ കയ്യിലേക്ക് ഒരു കൽക്കഷണം കൊടുത്തു. And immediately the boy said, "This is not diamond. പെട്ടെന്ന് ഉടൻ തന്നെ ആ ബാലൻ പറഞ്ഞു, ഇത് ഡയമണ്ട് അല്ലല്ലോ എന്ന്. This is not diamond." ഇത് ഡയമണ്ട് അല്ല. He got so used to the feel of a genuine diamond that anything else അവൻ യഥാർത്ഥമായ ഒരു ഡയമണ്ട് കയ്യിൽ കിട്ടുമ്പോൾ അതെങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ അവന് സാധ്യമായി. that anything else was easily repelled by him. മറ്റെന്ത് വസ്തു അവന്റെ കയ്യിൽ കിട്ടിയാലും അതിനൊരു വികർഷണം അവന് തോന്നുമാറ് ആ ഒരു അനുഭവം ഉണ്ടായി. He knew what a diamond was so easily അവന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡയമണ്ട് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. that he could immediately spot a fake one. ആ തെറ്റായ ഒരെണ്ണത്തിനെ, ഡയമണ്ട് അല്ലാത്ത ഒന്ന് അവന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതല്ല എന്നുള്ളത് അവന് ബോധ്യമായി. So here's a question I want to raise this evening for all of us. ഇന്ന് സന്ധ്യയിൽ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്: How do you spot a genuine church? യഥാർത്ഥമായ ഒരു സഭയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും? How do you spot a genuine church? യഥാർത്ഥമായ ഒരു സഭ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ? This is a significant question, especially in our day and age. ഈ യുഗത്തിലെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി അതിനെ ഞാൻ പരിഗണിക്കുകയാണ്. Because there are a lot of people gathering together in the name of church and doing many things. സഭ എന്നുള്ള പേരിൽ അനേകർ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി വന്ന് പല കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. So how do you spot a genuine church? അതിന്റെ ഇടയിൽ എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു സഭയെ തിരിച്ചറിയുവാൻ സാധിക്കുക? So as I speak here in this series of meetings, ഈ മീറ്റിംഗുകളുടെ ഈ യോഗ പരമ്പരയ്ക്കിടയിൽ as I speak here ഞാനിവിടെ സംസാരിക്കുമ്പോൾ on the topic of living in light of the Lord's imminent return, കർത്താവിന്റെ ആസന്നമായ മടങ്ങിവരവിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ I've decided to speak on 3 passages from 1 Thessalonians. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് 3 വേദഭാഗങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Because one commentator summed up the entire book of 1 Thessalonians in these words. ഈ 3 വാക്യങ്ങളിൽ തെസ്സലോനിക്ക ലേഖനത്തിന്റെ 1-ാം ലേഖനം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട്. One commentator ഒരു വ്യാഖ്യാതാവ് summed up the entire book of 1 Thessalonians 1 തെസ്സലോനിക്ക സമ്പൂർണ്ണമായും സംഗ്രഹമാക്കി in the words, the rapture of the church. കർത്താവിന്റെ സഭയുടെ ഉയർപ്പ് എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൽ ഉള്ളടങ്ങിയിരിക്കുകയാണ്. That's how he summed it up. അങ്ങനെയാണ് അദ്ദേഹം അതിന്റെ സാരസംഗ്രഹം പറഞ്ഞത്. And so we must live in light of this rapture, the imminent return of the Lord. അതുകൊണ്ട് കർത്താവിന്റെ പുനരാഗമനം, അതോടൊപ്പം സഭയുടെ ഉയർപ്പ്, ഈ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ So കഴിയും. like I said, I just want to remind all of us before we get into the message അതുകൊണ്ട് നാം സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് that we'll be looking at 3 passages practically about how to live here in light of the Lord's imminent return. കർത്താവിന്റെ ആസന്നമായ വരവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെ ജീവിതം നയിക്കണം എന്നുള്ളതാണ് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. Let's look at some background about the Thessalonian epistles. തെസ്സലോനിയ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം. And then we'll get into the text on hand. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുൻപിലുള്ള വേദഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. The city of Thessalonica became the capital of Roman province of Macedonia. റോമൻ പ്രവിശ്യയായ മക്കദോന്യയുടെ തലസ്ഥാനമായിരുന്നു തെസ്സലോനിക്ക എന്ന നഗരം. And this city was a famous seaport in Greece. ഗ്രീസിലെ വളരെ പ്രശസ്തമായ ഒരു തുറമുഖ നഗരമായിരുന്നു അത്. Ancient Greece. പഴയ പുരാതന ഗ്രീക്കില്. And so it was an important port for the east-west travel. കിഴക്കോട്ടും തെക്കോട്ടും ഒക്കെ ഉള്ള യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ ഒരു തുറമുഖമായി അതിരുന്നു. And the city contained an important harbor that attracted ships from all parts of the Mediterranean world. മെഡിറ്ററേനിയൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കപ്പലുകൾ അവിടെ എത്താറുണ്ടായിരുന്നു. So in other words, it was a strategic center. ചുരുക്കത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തെസ്സലോനിക്ക. It was so important a city in the ancient world that anything that happened there could easily spread to the other parts of the world. പുരാതന ലോകത്തിൽ അന്ന് അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, തെസ്സലോനിക്കയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിമിഷാർത്ഥത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തപ്പെടുമായിരുന്നു. Today in the country of Greece, ഇന്ന് ഗ്രീക്ക് രാജ്യത്ത് it is the second most important city. It's called Thessaloniki. തെസ്സലോനിക്കി എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടാമത്തെ നഗരം. So the population there in the ancient Thessalonica consisted of 4 different groups of people. 4 വ്യത്യസ്തമായ സമൂഹങ്ങളാണ് പഴയ പുരാതന തെസ്സലോനിക്കയിൽ ജീവിച്ചിരുന്നത്. Greeks,
ഗ്രീക്കുകാര്, Romans, റോമക്കാര്, Jews, യഹൂദന്മാര്, and Asians. ഏഷ്യക്കാര്. Greeks, ഗ്രീക്കുകാര്, Romans, റോമക്കാര്, Jews, യഹൂദന്മാര്, and Asians. ഏഷ്യക്കാര്. But most of them were idol worshipping pagans. എന്നാൽ മിക്കവാറും എല്ലാവരും തന്നെ വിജാതീയരായ വിഗ്രഹാരാധികളായ വ്യക്തികളായിരുന്നു. Now turn with me, please, to Acts chapter 17. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ Acts chapter 17, verses 1 through 9. അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ We know the passage there. അവിടെ ആ വേദഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. That passage tells us how the church in Thessalonica was founded. തെസ്സലോനിക്കയിലുള്ള സഭ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The apostle Paul visited the city in his second missionary journey. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് ആ നഗരത്തിൽ സന്ദർശിച്ചു. And he followed the usual practice of going first to a synagogue. ആ പതിവ് പോലെ അദ്ദേഹം സിനഗോഗിലേക്കാണ് ആദ്യം പോയത്. And he preached there on 3 Sabbaths, says verse 2. 3 ശാബത്തുകളിൽ താൻ അവിടെ പ്രസംഗിച്ചു എന്ന് 2-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. And as he preached there on 3 Sabbaths in a synagogue, ഈ ശബ്ദത്തിൽ 3 ശബ്ദത്തിൽ ആ സിനഗോഗിൽ താൻ പോയി പ്രസംഗിച്ചപ്പോൾ there was some success to his efforts. തന്റെ പ്രയത്നത്തിന് അല്പം ചില ഫലങ്ങൾ ഉണ്ടായി. But then if you look at verse 4, 4-ാം വാക്യം, the converts included some Jews, അവരിൽ ചില ഭക്തിയുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. and then a large number of devout Greeks, വലിയ സംഖ്യ യവനന്മാരുണ്ടായിരുന്നു. and then not a few chief women. ചില മാന്യ സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. So Paul's brief ministry there in Thessalonica, തെസ്സലോനിക്കയിലുള്ള പൗലോസിന്റെ വളരെ ഹ്രസ്വമായ ആ പ്രവർത്തന ശുശ്രൂഷ കാലം it resulted in a small congregation, ഒരു ചെറിയ സഭ അവിടെ രൂപം കൊള്ളുവാൻ മുഖാന്തരമായി തീർന്നു. mostly made up of converted Greeks along with a few believing Jews. ഏതാനും യഹൂദന്മാര്, അപ്പോൾ അതോടൊപ്പം തന്നെ യവനന്മാര്, അങ്ങനെയുള്ളവരാണ് ആ സഭയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. And also some leading women from the city. ആ നഗരത്തിലെ ബഹുമാന്യരായ ചില സ്ത്രീകളും ആ പട്ടികയിലുണ്ടായിരുന്നു. But what we need to understand here is that it's a predominantly Gentile congregation. എന്നാൽ മുഖ്യമായും ഇതൊരു വിജാതീയ സമൂഹമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. So this was the situation of the congregation there. ആ സഭയുടെ പശ്ചാത്തലം അതാണ്. And very soon, വളരെ this success was turned into opposition. ഈ വിജയം ഏറെ വൈകാതെ പല പ്രശ്നങ്ങൾക്കും മുഖാന്തരമായി കാരണമായി തീർന്നു. There was opposition from outside. പുറത്തു നിന്നും പ്രശ്നങ്ങളുണ്ടായി. The Jews outside were jealous of Paul's success. പുറത്തുള്ള പല യഹൂദന്മാരും പൗലോസിന് അവിടെ വിജയം നേടാൻ കഴിഞ്ഞാൽ അസൂയാലുക്കളായി തീർന്നു. They were also jealous of Paul's influence in the city. പൗലോസിന് നഗരത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ച് അവർ ആശങ്കാഭരിതരായി തീർന്നു. And so they recruited a gang that started riots in the city. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആ നഗരത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. And Paul's host there was Jason, we all know. യാസോൻ എന്ന പേരിലുള്ള പൗലോസിന്റെ അവിടുത്തെ ആതിഥേയൻ. So they attacked the house of Jason. യാസോന്റെ ഭവനം അവർ ആക്രമിച്ചു. And the mob took Jason before the city magistrates. യാസോനെ പിടിച്ചുകൊണ്ട് അവരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. So they complained to the city magistrates that Jason had lodged those who caused trouble all over the world. ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നവരെ യാസോൻ അവിടെ കൊണ്ടുവന്നു എന്നാണ് അവർ പരാതി പറയുന്നത്. And there was a second complaint as well. അങ്ങനെ രണ്ടാമതൊരു പരാതികളുണ്ടായി. These preachers are acting contrary to Caesar's laws in declaring that Jesus is king. യേശുവാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രാജാവായ കൈസർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ഉന്നയിച്ചു. And so the city magistrates, they took some security from Jason. നഗരാധിപൻ അദ്ദേഹത്തിൽ ചില കാര്യങ്ങൾ വാങ്ങി and they let them go. അവർ പോകാൻ അനുവദിച്ചു. So that night, under the cover of darkness, അന്ന് രാത്രിയിൽ ഇരുളടഞ്ഞിരിക്കുന്ന സമയത്ത് Paul and Silas had to be smuggled out of town. പൗലോസിനെയും ശീലാസിനെയും അവിടെ നിന്നും വളരെ വിദഗ്ധമായിട്ട് സ്ഥലത്തു നിന്നും മാറ്റേണ്ടി വന്നു. So from Thessalonica, അവിടെ തെസ്സലോനിക്കയിൽ നിന്നും they went south to Berea അവർ ബെരോവയിലേക്കാണ് എത്തിയത്. for a short mission. വളരെ ചെറിയൊരു ദൗത്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. But the Jews from Thessalonica also followed them there. എന്നാൽ തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അവിടെയും അവരെ അനുഗമിക്കുകയാണ് ചെയ്തത്. So Paul could not continue his mission work there. He had to go further south to Athens. അതുകൊണ്ട് വീണ്ടും തെക്കോട്ടേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു പൗലോസിന്. അദ്ദേഹം അഥേനയിലേക്ക് പോവുകയാണ്. And soon after, അതിനുശേഷം സംഭവിച്ചത് എന്തായിരുന്നു? at Paul's request, പൗലോസിന്റെ അഭ്യർത്ഥന പ്രകാരം Silas and Timothy rejoined him. സീലാസും തിമോത്തിയോസും തന്നോടൊപ്പം ചേർന്നു. But Paul was so troubled and so anxious about the situation in Thessalonica. എന്നാൽ തെസ്സലോനിക്കയിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പൗലോസ് വളരെ ആശങ്കാകുലനായിരുന്നു. But not just in Thessalonica, but in the entire district of Macedonia. തെസ്സലോനിക്കയിൽ മാത്രമല്ല, മക്കതോനിയ ആ ജില്ലയിൽ ആ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തന്നെ ഭരിച്ചിരുന്നു. So he sent Silas and Timothy to find out what was happening in Macedonia. മക്കതോനിയയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ശീലാസിനെയും തിമോത്തിയോസിനെയും താൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. Now listen carefully, please. ദയവായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. Timothy went to Thessalonica, തിമോത്തിയോസ് തെസ്സലോനിക്കയിലേക്ക് പോയി. and Silas probably went to Philippi.
ശീലാസ് ഒരുപക്ഷെ പോയത് ഫിലിപ്പിയിലേക്കായിരിക്കാം. And by the time they returned with the news, അവര് വാർത്തയുമായി ശേഖരിച്ചുകൊണ്ട് മടങ്ങി വന്നപ്പോൾ Paul had to move out of Athens പൗലോസിന് അഥേനയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നു. and he had to go to Corinth. അവൻ അതിനുശേഷം പോയത് കൊരിന്തിലേക്കാണ്. So Paul is in Corinth right now. ഇപ്പോൾ പൗലോസ് കൊരിന്തിലാണ്. And Timothy comes from Thessalonica with the news. തിമോത്തിയോസ് തെസ്സലോനിക്കയിൽ നിന്നും വാർത്തയുമായി മടങ്ങിയെത്തി. Silas comes from Philippi with the news. ശീലാസ് ഫിലിപ്പിയിൽ നിന്നും വാർത്തയുമായി മടങ്ങിയെത്തി. So these three are meeting together after a while in the city of Corinth. ഏതാനും നാളുകൾക്ക് ശേഷം അവർ കൊരിന്തിൽ ഒരുമിച്ച് കണ്ടുമുട്ടുകയാണ്. And from there, അവിടെ നിന്നും after Paul heard the news from Timothy about what was happening in the church at Thessalonica, തെസ്സലോനിക്ക സഭയിൽ എന്താണ് സംഭവിക്കുന്നത് വാർത്ത തിമോത്തിയോസിൽ നിന്ന് കേട്ടതിന് ശേഷം Paul wrote this first epistle to the Thessalonian church in about 50 AD. AD 50-അടുത്ത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പൗലോസ് എഴുതുന്നതായിട്ട് നാം So കാണുന്നു. it was in response to the news that Timothy brought about the church അവിടെയുള്ള സഭയെക്കുറിച്ചുള്ള വാർത്ത തിമോത്തിയോസ് കൊണ്ടുവന്നതിന്റെ ആസ്പദമാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കത്ത് എഴുതുന്നത്. Paul is writing this letter to them. പൗലോസ് അവർക്കാണ് ഈ കത്ത് എഴുതുന്നത്. It is one of his earliest letters that he wrote. താൻ എഴുതിയ കത്തുകളിൽ ആദ്യകാല കത്തുകളിലൊന്നാണിത്. In fact, various New Testament scholars say that it is a second letter that he wrote. താൻ എഴുതിയ ഒരുപക്ഷെ രണ്ടാമത്തെ കത്ത് ഇതായിരിക്കാം എന്ന് പുതിയ നിയമ വിദഗ്ധന്മാർ പണ്ഡിതന്മാർ പലരും അവകാശപ്പെടുന്നു. Most likely the first one that he wrote was to the churches of Galatia. താൻ ആദ്യം എഴുതിയ കത്ത് ഒരുപക്ഷെ ഗലാത്യർക്ക് എഴുതിയ ലേഖനമായിരിക്കാം. So in this letter that we call as First Thessalonians, ഈ 1 തെസ്സലോനിക്കർ എന്ന് നാം വിളിക്കുന്ന ഈ പുസ്തകം the apostle is responding to the information that he received through Timothy about the church. അവിടെയുള്ള സഭയെക്കുറിച്ചുള്ള വാർത്ത തിമോത്തിയോസിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൻ എഴുതുന്ന അതിന്റെ പ്രതികരണമായി എഴുതുന്ന ഒരു കത്താണ്. So what is the news that Timothy brought about the church? എന്താണ് തിമോത്തിയോസ് അവിടെയുള്ള സഭയെക്കുറിച്ച് കൊണ്ടുവന്ന വാർത്ത? On the one hand, Timothy brought some good news about the church. അവിടെയുള്ള സഭയെക്കുറിച്ച് ചില സുവാർത്ത താൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. They had faith and love in the church. അവർക്ക് സഭയിൽ വിശ്വാസമുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്. There was loyalty to the Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിനോട് ഒരു കൂറ് പ്രഖ്യാപിച്ചവരാണ്. And they were all steadfast amidst persecution. അവര് പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പീഡകളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. So this is all good news that he brought. അദ്ദേഹം കൊണ്ടുവന്ന സുവാർത്തയാണ് ഇതൊക്കെ. But on the other hand, there was bad news for Paul. അപ്പോൾ തന്നെ പൗലോസിനെ സംബന്ധിച്ച് ചില അത്ര ശുഭകരമല്ലാത്ത വാർത്തകളും ഉണ്ടായിരുന്നു. There are many people in the church who are criticizing you, Paul, personally. പൗലോസ് നിന്നെ വ്യക്തിപരമായി വിമർശിക്കുന്ന ചിലർ ആ സഭയിലുണ്ട് എന്ന് താൻ വന്ന് പറയുകയാണ്. So there's good news on the one hand about the assembly's progress. ആ സഭയുടെ വളർച്ചയെക്കുറിച്ച് അഭിമാനകരമായ ചില വാർത്ത ഒരു വശത്ത്. On the other hand, there's bad news for Paul that he's being criticized. മറുവശത്ത് താൻ വിമർശിക്കപ്പെടുന്നു എന്നുള്ള ആ വാർത്ത മറുവശത്ത്. So what is Paul's purpose of writing this letter? അതുകൊണ്ട് പൗലോസിന്റെ ഈ കത്തിന്റെ രചനയുടെ ലക്ഷ്യം എന്തായിരുന്നു? Let me just take the next 5 minutes to describe the purpose so we understand the verses that we're going to study this evening. ഇന്ന് സന്ധ്യയിൽ നാം പഠിക്കാൻ പോകുന്ന വചനത്തിന്റെ പശ്ചാത്തലം എന്നുള്ളതിന് അടുത്ത ഏതാനും ചില നിമിഷങ്ങൾ ആ കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. In the church there, അവിടെയുള്ള സഭയിൽ the Jewish opponents of the Christian faith were maintaining a campaign to discredit Paul and his ministry. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക്, കർത്താവിന്റെ വചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന യഹൂദന്മാർ പൗലോസിനെതിരെ അവര് അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. They were trying to defame Paul and discredit Paul and his ministry. പൗലോസിന്റെ ശുശ്രൂഷകളെ വളരെ നിരുത്സാഹപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. They were trying to tell people that his conduct was not good, it was dishonorable. അദ്ദേഹത്തിന്റെ സ്വഭാവം ആദരണീയമല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവർ പ്രതികരിച്ചത്. If they did that, അവരങ്ങനെ ചെയ്തെങ്കിൽ then it's easy for the people who came to know the Lord through him to lose their faith. ഈ പൗലോസിൽ കൂടെ വന്ന ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. So the opponent suggested that Paul actually tried to make some profit through his gospel ministry. Profit. ഈ സുവിശേഷ പ്രവർത്തനത്തിലൂടെ പൗലോസ് ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാണ് അങ്ങനെയുള്ളവർ പറഞ്ഞത്. And moreover, he never had any true love for the church. മാത്രമല്ല സഭയോട് വലിയ കാതലായ സ്നേഹമൊന്നും തനിക്കില്ല എന്നും താൻ പറഞ്ഞു, അവർ പറഞ്ഞു വെക്കുകയുണ്ടായി. And that's why after he left Thessalonica, he never returned to see them again. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിൽ നിന്നും പോയതിനു ശേഷം അവരെ കാണുവാൻ വേണ്ടി മടങ്ങി വരാതെ ഇരുന്നത്. And they also suggested that there was nothing divine about the message that Paul preached. പൗലോസ് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ വലിയ കഴമ്പൊന്നുമില്ല, അതിൽ വലിയ ദൈവികതയൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു വെച്ചു. It originated in the apostle's mind, not elsewhere.
അത് അപ്പോസ്തലനായ പൗലോസിന്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ്, അല്ലാതെ ദൈവികമൊന്നും അല്ല എന്നാണ് അവർ പറഞ്ഞത്. So Paul takes the first 3 chapters in 1 Thessalonians to answer all these allegations. ഈ ആരോപണങ്ങളൊക്കെയും അതിനെ പ്രതിരോധിക്കുവാനാണ് ഈ തെസ്സലോനിക്ക ലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ പൗലോസ് So ഉപയോഗിക്കുന്നത്. if Paul is spending so much time to answer these allegations, then it must have been of a considerable influence in the church. സഭയിൽ ഈ ആരോപണങ്ങളൊക്കെയും വളരെ ശ്രദ്ധേയമായ നിലയിൽ അവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുവന്നതിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് അതിനെ പ്രതികരിക്കുവാനാണ്, അതിനെ പ്രതിലോപിക്കുവാനാണ് താൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. If Paul is taking 3 chapters to answer these allegations, ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ 3 അധ്യായങ്ങൾ താൻ വിനിയോഗിച്ചെങ്കിൽ it means that the opponents already have a considerable influence in the church. ആ എതിരാളികൾക്ക് ആ സഭയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. So that's the first reason why Paul is writing this letter. അപ്പോസ്തലനായ പൗലോസ് ഈ കത്തെഴുതിയതിന്റെ ഒന്നാമത്തെ കാരണം അതാണ്. The second one, രണ്ടാമത്തെ കാരണം, there was a lot of persecution there in the church by the pagans around. അവിടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആ വിജാതീയരായ വ്യക്തികളിൽ നിന്നും ധാരാളം പീഡകൾ ആ സഭയിലെ അംഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. And in such a pagan environment, അങ്ങനെയുള്ള ഒരു വിജാതീയമായ പശ്ചാത്തലമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. it's easy for the church to compromise. ആ സാഹചര്യത്തിൽ ആ സഭയിലെ ആളുകൾ മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് താതാത്മ്യപ്പെടുവാൻ, ഒത്തുതീർപ്പ് വരുത്തുവാനൊക്കെ ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. So to encourage them and exhort them to stand strong in the midst of a pagan environment, Paul is writing this. അപ്പോൾ പൗലോസ് ഈ കത്തെഴുതുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വിജാതീയമായ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുക, അവരുടെ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കുക എന്നുള്ള കാര്യം ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. Thirdly and importantly, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, the Thessalonian church believed that Jesus would come back or return within their own lifetime. അവർ ജീവിച്ചിരുന്ന ആ കാലയളവിൽ തന്നെ തെസ്സലോനിക്കർ വിശ്വസിച്ചിരുന്നത് കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. The rapture would happen within their own lifetime and Jesus would come to receive everybody to himself. കർത്താവ് അവർ ജീവിച്ചിരിക്കുന്ന അതേ നാളുകളിൽ തന്നെ മടങ്ങി വരുമെന്നും അവരെ എല്ലാം സ്വീകരിക്കുമെന്നും അവർക്ക് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകും എന്നും ഒക്കെ അവർ ധരിച്ചിരുന്നവരാണ്. But some of the church members died. എന്നാൽ സഭയിലുള്ള ചില ആളുകൾ മരിച്ചുപോയി. So they had questions about who all would participate in the glory when Jesus returns. കർത്താവിന്റെ പുനരാഗമനത്തിൽ മടങ്ങി വരുമ്പോൾ അതിന് നേർക്കുനേരെ സാക്ഷ്യം വഹിക്കുന്ന എത്ര പേരുണ്ടാവും എന്നുള്ള ഒരു ആശങ്ക, ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. Some of our church members have died. നമ്മുടെ സഭയിലെ അംഗങ്ങൾ പലരും മരിച്ചുപോയല്ലോ. How are they going to participate in the rapture? അവർക്ക് എങ്ങനെയാണ് ഈ ഉയർപ്പിന്റെ കാര്യത്തിൽ പങ്കാളികളാകാൻ കഴിയുക? So Paul is answering that question about the rapture as well in this epistle. ഈ ലേഖനത്തിൽ ആ ചോദ്യത്തിന്റെ മറുപടിയും പൗലോസ് പറയാൻ ശ്രമിക്കുകയാണ്. Fourthly, നാലാമത്, the Thessalonians needed some correction about a few doctrines, especially about the rapture of the church. സഭയുടെ ഉൽപ്രാപണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ആ ഉപദേശ വിഷയത്തിൽ ചില വ്യത്യസ്തമായ ചിന്താഗതികൾ അവർക്കുണ്ടായിരുന്നു. And also about how to prepare yourself for the imminent return of the Lord. കർത്താവ് ആസന്ന ഭാവിയിൽ മടങ്ങി വരാൻ പോകുന്നു, അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നില്ല. So Paul, with a pastoral heart, ഒരു ഇടയന്റെ മനസ്സുണ്ടായിരുന്ന ആ പൗലോസ് wrote this letter to meet the needs of the flock. ആ തന്റെ ആടുകളുടെ ആവശ്യകത അനുസരിച്ച് അതറിഞ്ഞ് വേണ്ടത് താൻ പറഞ്ഞു കൊടുക്കുകയാണ്. Overall, he was satisfied generally with the progress of the church. ചുരുക്കത്തിൽ സഭയുടെ വളർച്ചയിൽ താൻ സന്തോഷചിത്തനാണ്. In fact, he was thrilled by the news that Timothy brought about the progress of the church. സഭയുടെ വളർച്ചയെക്കുറിച്ച് തിമോത്തിയോസ് അദ്ദേഹത്തെ അറിയിച്ച വാർത്തയിൽ പൗലോസ് സന്തുഷ്ടചിത്തനാണ്. But Paul would never dwell on the past achievements. എന്നാൽ പുരാതന കാലങ്ങളിൽ പഴയ കാലത്ത് ഉണ്ടായ നേട്ടങ്ങളിൽ അഭിനമിക്കുന്നവനല്ല പൗലോസ്. So he picks up his pen and he wants them to progress further in the faith, especially in terms of the doctrine about the rapture. And so he's writing this letter to them right now. ഉപദേശ വിഷയങ്ങൾ നാം ഇനി കൂടുതൽ ഏറെ മുന്നോട്ട് പോകാനുണ്ട്, പ്രത്യേകിച്ച് കർത്താവിന്റെ പുനരാഗമനം എന്നുള്ള വിഷയത്തിൽ ഇനി കൂടുതൽ പഠിക്കുവാനുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ കാര്യം അവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി താൻ തന്റെ പേനയെടുത്ത് എഴുതുകയാണ്. And the result is what we have in our Bibles. It's a moving letter. അതിന്റെ ഫലമായി നമ്മുടെ ബൈബിളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് വളരെ ചലനാത്മകമായ ഒരു കത്താണ്. It clearly displays Paul's pastoral zeal that he has for churches. സഭയോടുള്ള തന്റെ ഇടയന്റെ ഒരു മനസ്സ് പൂർണ്ണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ലേഖനമാണ്. It also shows the interest that he has for the spiritual well-being of the church, that സഭാംഗങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി തന്റെ മനസ്സെങ്ങനെ തുടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. That's the background of this. അതാണ് ഈ കത്തിന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലം. Now let's come to chapter 1. ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. So Paul is giving thanks to God for the salvation that has come to the Thessalonian church. തെസ്സലോനിക്ക സഭയുടെ വീണ്ടെടുപ്പിനെ ഓർത്ത് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. He is reminding the Thessalonians that God had intervened in their lives. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള കാര്യം താൻ ഓർപ്പിക്കുകയാണ്. And as God intervened, he brought a great transformation in their lives. അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് മാത്രമല്ല, സമൂലമായ ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരികയും ചെയ്തു. Now here is a church that was living in the midst of lies and persecution.
കപടങ്ങളുടെ, കാപട്യങ്ങളുടെ അല്ലെങ്കിൽ പീഡകളുടെ ഒക്കെ മധ്യത്തിൽ പാർക്കുന്ന ഒരു സഭയാണിത്. But they were holding on to the hope of the return of the Lord Jesus Christ. എന്നാൽ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങുവരവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. And they had been taught that by the Apostle Paul. ആ വസ്തു അവരെ പഠിപ്പിച്ചത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ്. And so Paul is writing this letter to encourage them to live well for the rapture. കർത്താവിന്റെ വരവിന് വേണ്ടി ശരിയായ രീതിയിൽ അവരുടെ ജീവിതം ക്രമീകരിക്കുവാനുള്ള പാഠങ്ങളാണ് പൗലോസ് അവരെ പഠിപ്പിച്ചു കൊടുത്തത്. So I want to raise a few questions here. ഇവിടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. What are the marks of a genuine church? യഥാർത്ഥമായ ഒരു സഭയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? What are the marks or the qualities or the characteristics of a genuine church? യഥാർത്ഥമായ ഒരു സഭയുടെ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? Or അല്ലെങ്കിൽ what are some of the characteristics that must be seen in the life of a church to say that they are living in light of the Lord's imminent return? കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ, ആ പ്രകാശത്തിൽ സഭ ജീവിക്കുന്നു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്ന സഭ അവരുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? So today's passage will reveal to us two things about the marks of a genuine church. അങ്ങനെയുള്ള യഥാർത്ഥമായ സഭയുടെ രണ്ട് ഗുണങ്ങളാണ് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. Two marks of a church that is living in light of the Lord's imminent return. യേശുക്രിസ്തുവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ ആ പ്രതീക്ഷയോടെ കാത്തു പാർക്കുന്ന സഭയുടെ രണ്ട് സ്വഭാവ സവിശേഷതകൾ. And Paul discusses these two features in 1 Thessalonians chapter 1 verses 2 through 10, which is the text that is before us. നമ്മുടെ മുൻപിലുള്ള 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2 മുതൽ 1-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. So we look at the first thing. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. The first thing is ഒന്നാമത്തെ കാര്യം, a genuine church exhibits vibrant faith and active spiritual life. യഥാർത്ഥമായ ഒരു സഭ എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളതാണ്. It exhibits vibrant faith and active spiritual life. ഊർജ്ജസ്വലമായ ഒരു വിശ്വാസവും സജീവമായ ക്രിയാത്മകമായ ഒരു പ്രായോഗിക ജീവിതവും ആ സഭയിൽ നമുക്ക് കാണുവാൻ കഴിയും. So the members of an authentic church ആധികാരികമായ ഒരു സഭ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നവർ will be engaged in actively living out their faith. അവരുടെ വിശ്വാസം പ്രവൃത്തി പഥത്തിലേക്ക് എത്തിക്കുന്നവരാണ്. Actively living out their faith in the Lord on a daily basis. ആ ദൈനംദിന ജീവിതത്തിൽ വളരെ സജീവമായ വിശ്വാസത്തോടുകൂടി അവരുടെ ആത്മീയ ജീവിതം നയിക്കുന്നവരാണ് അങ്ങനെയുള്ള സഭയിലെ അംഗങ്ങൾ. And that is what we see in the life of the Thessalonian church. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And that's why Paul expressed thanks to God for the spiritual life of the Thessalonian church. അതുകൊണ്ടാണ് തെസ്സലോനിക്ക സഭയുടെ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പൗലോസ് ദൈവത്തിന് നന്ദി പറയുന്നത്. And he does that in two ways. രണ്ട് രീതിയിൽ തന്നെ പറയുന്നുണ്ട്. I want to look at them one by one here. ഇവിടെ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. Firstly, ഒന്നാമത്, Paul continually gave thanks to God for them in prayer. ഒന്നാമതായിട്ട് നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്, ആ പ്രാർത്ഥനയിൽ താൻ അവരെ സ്മരിക്കുകയാണ്. Look at verse 2, please. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. I'll read that for you in English and I'll request Uncle to read that for us in Malayalam. Yeah. So verse 2, we give thanks to God always for all of you, making mention of you in our prayers. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും. So Paul, Silas and Timothy regularly prayed for the Thessalonians and they gave thanks to God for them. അതായത് പൗലോസും ശീലാസും തിമോത്തിയോസും വളരെ പതിവായിട്ട് തെസ്സലോനിക്കയിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. Now remember, this is a young congregation. ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു കൂടിവരവാണത്. Probably a few months. ഏതാനും മാസങ്ങൾ മാത്രം പഴക്കമുള്ള സഭ. How encouraging must these words have been to a young congregation. ആ ചെറിയ സഭ, പുതിയ സഭയെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് പൗലോസോട് പറയുന്നത്. It's made up entirely of new believers from a pagan world. ജാതീയ സമൂഹ പശ്ചാത്തലത്തിൽ നിന്നും രൂപം കൊണ്ട സഭയാണ്. അങ്ങനെ വന്ന വിശ്വാസികളാണ് അവിടെയുള്ള എല്ലാവരും തന്നെ. And Paul is saying, Paul, Timothy and Silas, all three of us, we are praying for you regularly and we give thanks to God for you. പൗലോസ് പറയുന്നത്, ഞങ്ങൾ മൂന്നുപേരും, അതായത് ഞാനും ശീലാസും തിമോത്തിയോസും നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന്. Now, this prayer is not some polite jargon that Paul is using. വെറുതെ പറയുന്ന കുറെ വാക്കുകളല്ല പൗലോസ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. Because most of us believers നമ്മൾ വിശ്വാസികൾ മിക്കവരും have the habit of saying, I'll be praying for you. പ്രാർത്ഥിച്ചോളാം എന്ന് നമ്മൾ പലരെ കുറിച്ച് പറയാറുണ്ട്. I'll be praying for you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയാറുണ്ട്. That's not the kind of language that Paul is using here. അത്തരം ഒരു പ്രയോഗമല്ല പൗലോസോട് പറയുന്നത്. Rather, it's a realistic and a powerful description that he takes these people into the presence of God as he goes to God in prayer regularly. പതിവായിട്ട് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇവരെ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന
ആ ആത്മാർത്ഥതയുള്ള ഒരു പ്രയോഗമാണ് നമുക്ക് ഇവിടെ കാണാൻ And കഴിയുന്നത്. Paul is saying, I do that frequently and regularly. ഞാൻ പതിവായി നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. So by this thanksgiving, this opening thanksgiving, ആ ആദിമ ഭാഗത്ത് തന്നെ നാം കാണുന്ന ഈ നന്ദി പ്രയോഗത്തിൽ Paul is saying that the conversion that was experienced by the Thessalonians is a work of God, definitely. നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം അത് യേശുക്രിസ്തുവിന്റെ God is the source of their salvation. ദൈവമാണ് നിങ്ങളുടെ വീണ്ടെടുപ്പിന് മുഖാന്തരം കാരണക്കാരൻ എന്ന് പൗലോസോട് പറയുകയാണ്. So Paul continually gave thanks to God for them in prayer. നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ് പൗലോസോട് ചെയ്യുന്നത്. So that's the first way he expressed thanks to God for the spiritual life of the Thessalonians. തെസ്സലോനിക്ക വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി പൗലോസ് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. Secondly, രണ്ടാമത് Paul appreciated their effective walk in the Lord. ഫലപ്രദമായ ക്രിസ്തുവിലുള്ള അവരുടെ നടപ്പിനെ ഓർത്ത് അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തെ ഓർത്ത് പൗലോസ് ദൈവത്തിനെ സ്തുതിക്കുകയാണ്. Look at verse 3. മൂന്നാം വാക്യം, Constantly bearing in mind your work of faith and labor of love and steadfastness of hope in our Lord Jesus Christ in the presence of our God and Father. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയും സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. As Paul thought about these Christians, ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ചിന്തിക്കുമ്പോൾ, as he remembered them in prayer, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, as he thought about what is the news that Timothy brought to him, തിമോത്തിയോസ് കൊണ്ടുവന്ന ആ വാർത്ത ചിന്തിക്കുമ്പോൾ, three things stood out to him about these Christians. അവരെ കുറിച്ച് ആ ക്രിസ്ത്യാനികളെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് തന്റെ ഓർമ്മയിൽ വരുന്നത്. Now Paul had been fearing for their faith because of the persecution around them there. അവിടെ നിരന്തരം പീഡയുടെ മധ്യത്തിലാണ് അവർ പാർക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്, ഉറച്ചതാണോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക പൗലോസ് ഉണ്ടായിരുന്നു. Paul was worried about their stability as Christians. ക്രിസ്ത്യാനികൾ എന്നുള്ളതിൽ അവരുടെ നിലനിൽപ്പ് എങ്ങനെയുണ്ട് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. And Timothy brought this good news about their faith, and Paul was thrilled about it. എന്നാൽ തിമോത്തിയോസ് വന്ന് പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് കേട്ട് വളരെ ആവേശഭരിതനായി തീരുകയാണ് പൗലോസ്. And that's why Paul is remembering them about their faith, hope and love. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസം, സ്നേഹം, അതുപോലെ പ്രത്യാശ, ഈ മൂന്ന് കാര്യങ്ങളെ ഓർത്തും ദൈവത്തെ താൻ സ്തുതിക്കുന്നത്. But it's not just faith, hope and love that he's talking about. എന്നാൽ കേവലമായ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. He qualifies each of those Christian virtues. ക്രിസ്തീയമായ സൗഭാഗ്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങൾ, അത് മൂന്നും ക്രിസ്തീയ സൗഭാഗ്യങ്ങളാണ്. Look at the first one here. ഒന്നാമത്തെ നോക്കുക. Paul is praising them for their work of faith. അവരുടെ വിശ്വാസത്തിന്റെ വേലയെ ഓർത്താണ് താൻ ദൈവത്തെ സ്തുതിക്കുന്ന ഒന്നാമത്തെ കാര്യം. Work of faith. വിശ്വാസത്തിന്റെ വേല. It is the work that faith produces. അത് വിശ്വാസം മൂലം ലഭ്യമാകുന്ന വേലയാണ്, അല്ലെങ്കിൽ അതിലൂടെ ഉൽപ്പാദിതമാകുന്ന വേലയാണ്. It is the work produced by faith. ആ വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു വേല, പ്രവൃത്തി. So in other words, Paul is saying, വേറെ നിലയിൽ പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, I know that you are genuine Christians നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് എനിക്കറിയാം. because your faith is producing works. കാരണം നിങ്ങളുടെ വിശ്വാസം ഇതാ പ്രവൃത്തിയുടെ കാരണമായി തീരുകയാണ്. Paul is saying there are righteous deeds in your life. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥമായ പ്രവർത്തനങ്ങൾ, And it's very clear to me from Timothy's news. തിമോത്തിയോസ് കൊണ്ടുവന്ന വാർത്ത അത് വ്യക്തമാക്കുന്നുണ്ട്. Now we know that in the New Testament, പുതിയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, Paul is somebody who champions the doctrine of justification by faith. വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയത്തിൽ വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. And that salvation is by faith, and by faith alone, and no human works can be attached to it. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ, അല്ലാതെ മനുഷ്യന്റെ പ്രവർത്തനം ഒന്നും അതിന് കാരണമല്ല എന്നുള്ളത് ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. But the same Paul also teaches എന്നാൽ അതേ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, that faith or authentic faith has its fruit in good works. ആധികാരികമായ വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. Or a genuine faith has its fruit demonstrated in good works. യഥാർത്ഥമായ വിശ്വാസം സൽപ്രവർത്തികളിൽ കൂടെ പ്രതിഫലിക്കുവാനിടയാണ്. So he talks about the work that faith produces. അതുകൊണ്ട് വിശ്വാസം അത് വേല പുറപ്പെടുവിക്കുന്നു എന്നുള്ള വസ്തുത താനോട് പറയുകയാണ്. So the Thessalonians merely did not say, yes, I profess my faith in the Lord Jesus Christ, but their character, their behavior, their work clearly showed to the people that they were genuine Christians. അതുകൊണ്ട് തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കേവലം ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, അവരുടെ വിശ്വാസം യഥാർത്ഥമായ പ്രവർത്തികൾക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. Now the word that Paul uses here for work, വേല എന്നുള്ളതിന് താൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, it's a common word that he uses in all of his 13 letters. തന്റെ 13 കത്തുകളിലും താൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പദം തന്നെയാണത്. Sometimes he uses that word to talk about the activities involved in ministry. സുവിശേഷ പലതരം പ്രവർത്തനങ്ങൾ നാം വ്യാപരിക്കുമ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് താൻ പറയാറുണ്ട്. ആ വാക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. And at other times
he uses the word to talk about doing good to others. എന്നാൽ മറ്റു ചില അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് മന്യർക്ക് ചെയ്യുന്ന നന്മ പ്രവർത്തികളെ ഉദ്ദേശിച്ചാണ് പറയാറ്. So generally, two ways in which he uses this word work ഈ വേല എന്നുള്ളത് രണ്ട് നിലയിൽ താൻ ഉപയോഗിക്കുകയാണ്. in all of his epistles. തന്റെ ലേഖനങ്ങളിലെല്ലാം അത് നമുക്ക് കാണാൻ കഴിയും. The first thing is to talk about the activities of ministry. വിവിധ ശുശ്രൂഷകളിൽ നാം ഏർപ്പെടുമ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ. The second thing is going and doing good to others. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർക്ക് പോയി നന്മ ചെയ്യുന്ന കാര്യം. So when you pull these two things together, ഈ രണ്ട് കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, when Paul speaks about the work of faith of the Thessalonian church, തെസ്സലോനിക്ക സഭയുടെ വിശ്വാസത്തിന്റെ വേലയെക്കുറിച്ച്, വിശ്വാസത്തിന്റെ പ്രയത്നത്തെക്കുറിച്ച് നാം പറയുമ്പോൾ, he is saying that the Thessalonians, although they're new believers, were actively involved in the ministry or the work of the Lord. തെസ്സലോനിക്ക വിശ്വാസികൾ അവർ വിശ്വാസത്തിൽ പുതുമുഖങ്ങളാണ് എങ്കിലും അവർ ദൈവിക ശുശ്രൂഷയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് താൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. They were active in faithful ministry. വിശ്വസ്തയോടെയുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപരിക്കുന്നു. And they are also doing good to others. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും അവർ മുൻപന്തിയിലാണ് എന്ന് താൻ സ്മരിക്കുകയാണ്. So here's a question that we all need to ask ourselves, as I ask myself this question. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത്. How is our work of faith? നമ്മുടെ വിശ്വാസത്തിന്റെ വേല എങ്ങനെയുള്ളതാണ്? Is our faith producing righteous deeds? നമ്മുടെ വിശ്വാസം ശരിയായ പ്രവർത്തികൾക്ക് കാരണമായി തീരുന്നുണ്ടോ? Is our faith in the Lord Jesus Christ seen in our actions, in our conduct, in our behavior? നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, ഇടപെടലിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ? So Paul here is appreciating their work of faith. പൗലോസ് ഇവിടെ അവരുടെ വിശ്വാസത്തിന്റെ വേലയെ അഭിനന്ദിക്കുകയാണ്. The second thing he talks about രണ്ടാമതായിട്ട് താൻ പറയുന്ന കാര്യം is about the labor of love. അവരുടെ സ്നേഹപ്രയത്നത്തെക്കുറിച്ചാണ്. Is about the labor of love. അവരുടെ സ്നേഹപ്രയത്നം. So the love of the Thessalonian believers, വിശ്വാസികൾ, തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ സ്നേഹം എന്ന് പറയുന്നത്, it expressed itself in hard, exhausting labor. വളരെ കഠിനമായ പ്രയത്നം അതുമൂലം ഉണ്ടാവുകയാണ്. Love is producing hard, exhausting labor. ആ സ്നേഹം മൂലം കഠിനമായ പ്രയത്നം അത് പ്രതിഫലിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ So കഴിയും. for this Thessalonian church, ഈ തെസ്സലോനിക്ക സഭയ്ക്ക് love was not just an emotion, സ്നേഹം എന്ന് പറയുന്നത് കേവലം വൈകാരികമായ ഒരു കാര്യം മാത്രമല്ല, but it was working hard for the good of others മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ഒന്നാണ്. and laboring for the benefit of others in the church. മറ്റുള്ളവരുടെ സഭയിലുള്ള മറ്റ് വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു കാര്യം. Now Paul here does not explain what type of a labor they undertook. അവര് ഏത് നിലയിലുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതൊന്നും പൗലോസോട് വിശദീകരിക്കുന്നില്ല. But here the word in the original language refers to any kind of a self-sacrificing labor. സ്വയം ഒരു ത്യാഗ മനോഭാവത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഈ മൂലപദം അർത്ഥമാക്കുന്നുണ്ട്. So they were sacrificial in their love. അവരുടെ സ്നേഹത്തിൽ അവർ യാഗാർപ്പണം നടത്തുന്നവരായിരുന്നു. They were in exhausting labor that the love produced. അവര് ആ സ്നേഹം മൂലം ഉണ്ടാകുന്ന കഠിനമായ പ്രയത്നത്തിൽ വ്യാപൃതരാണ്. Both for those inside the church and for those outside living in the community. സഭയിലുള്ളവർക്ക് വേണ്ടിയും അതുപോലെ സഭയുടെ പുറത്ത് പാർക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിലും. So both their faith and love generated works and efforts that benefited others, both in the assembly and outside in the ചുരുക്കത്തിൽ അവരുടെ വിശ്വാസവും സ്നേഹവും അതുമൂലം ഉണ്ടാകുന്ന പ്രയത്നം, അധ്വാനം അത് സഭയിലുള്ളവർക്കും സഭയുടെ പുറത്തുള്ളവർക്കും ഒരേ നിലയിൽ പ്രയോജനകരമായി തീരുകയാണ്. That's why Paul is appreciating their work of faith and their labor of love. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നത്തെയും അപ്പോസ്തലനായ പൗലോസ് അഭിനന്ദിക്കുന്നത്. Thirdly, മൂന്നാമത്, Paul is also appreciating their steadfastness of hope in the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള അവരുടെ പ്രത്യാശയുടെ സ്ഥിരതയെക്കുറിച്ച് താൻ അഭിനന്ദനാർഹം പറയുകയാണ്. Steadfastness of hope. പ്രത്യാശയുടെ സ്ഥിരത. See, steadfastness is the ability to remain in an enduring way in the face of trials. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിലനിൽക്കാൻ കഴിയുന്ന ഒന്നിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. In the face of suffering and temptation. കഷ്ടതയുടെയും പ്രലോഭനങ്ങളുടെയും മധ്യത്തിൽ. Now in the early church, ആദ്യകാല സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, this is one of the most valued virtues. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ ഒരു ഗുണം തന്നെയാണ്. Because the early church was surrounded by adversity on all sides. ചുറ്റും അവർ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് അവർ പാർത്തിരുന്നത്. So endurance or steadfastness was one of the most wanted virtues and desirable virtues in the early church. അപ്പോൾ അന്നത്തെ ആ സഭയിലെ വിശ്വാസികൾക്ക് അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമായിരുന്നു സ്ഥിരത അല്ലെങ്കിൽ സഹനം എന്നുള്ളത്. Now remember, when Paul left Thessalonica, പൗലോസ് തെസ്സലോനിക്കയിൽ നിന്നും പോരുമ്പോൾ he was concerned about the stability of the Christians there. അവിടെയുള്ള വിശ്വാസികളുടെ സ്ഥിരതയെക്കുറിച്ച് അവർ നിലനിൽക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് താൻ ആശങ്കാകുലനായിരുന്നു. But Paul here is now writing that you have steadfastness of hope in the Lord Jesus Christ. എന്നാൽ ഇവിടെ പൗലോസ് എഴുതുകയാണ്, യേശുക്രിസ്തുവിൽ നിങ്ങളുടെ പ്രത്യാശയുടെ സ്ഥിരത നിൽക്കുന്നുണ്ട്. Now hear me please. ശ്രദ്ധിക്കുക.
Whenever the word hope is used in the New Testament, പ്രത്യാശ എന്നുള്ള പദം പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ invariably in all contexts, Yeah. it is always connected to eschatology or to the return of the Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ഭാവികാല ശാസ്ത്രവുമായി അത് വളരെയധികം അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു കാര്യമാണ്. So if you find the word hope in the New Testament, it is always in connection with the return of the Lord. പ്രത്യാശ എന്നുള്ള പദം എവിടെ കാണുന്നോ അതൊക്കെയും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുമായി ബന്ധമുള്ളതാണ്. So what is Paul writing here? ഇവിടെ എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? It is a steadfastness of hope. നിങ്ങൾക്ക് പ്രത്യാശയിലുള്ള സ്ഥിരത എന്നുള്ളതാണ്. And this hope in the coming of the Lord Jesus Christ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലുള്ള പ്രത്യാശ gave them a strong foundation to endure the persecution that was around them. അവരുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആ പീഡകളെ സഹിക്കുവാൻ ആവശ്യമായ സഹനശക്തി അവർക്ക് നൽകാൻ മതിയായതായിരുന്നു. So work of faith, വിശ്വാസത്തിന്റെ വേല, labor of love, സ്നേഹപ്രയത്നം, and steadfastness of hope പ്രത്യാശയുള്ള സ്ഥിരത about the return of the Lord Jesus Christ. കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശ. So Paul and his companions thanked God for the faith of the Thessalonian believers പൗലോസും തന്റെ സഹപ്രവർത്തകരും ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. because their faith produced work for the kingdom. കാരണം അവരുടെ വിശ്വാസം ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഫലം ഉളവാക്കുന്ന ഒന്നായിരുന്നു. So here is a question in application that we all need to ask ourselves. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രസക്തമായ ചോദ്യം ഇവിടെയുണ്ട്. Do we have such vibrant faith as the Thessalonians? ഇത്ര ചലനാത്മകമായ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്നുള്ളതാണ്. Do we have such active spiritual life in our church? നമ്മുടെ സഭയിൽ ഈ നിലയിലുള്ള ഊർജ്ജസ്വലതയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നുണ്ടോ? Now listen carefully, please. ദയവായി ശ്രദ്ധിക്കുക. When we come to know the Lord, നാം കർത്താവിനെ അറിയുന്ന ഘട്ടത്തിൽ we cannot have everything stay the same. There must be a transformation. എല്ലാം ഒന്നാം ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. നിരന്തരം രൂപാന്തരം വന്നുകൊണ്ടിരിക്കണം. There must be a change. മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. You cannot have everything stay the same just like before. എല്ലായ്പ്പോഴും ഒരേ നിലയിൽ തന്നെ ആയിരിക്കാൻ പാടില്ല. നിരന്തരം മാറ്റം ഉണ്ടാവണം. So there must be work that is produced by faith, നമ്മുടെ വിശ്വാസത്താൽ പല പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, a labor of love, സ്നേഹത്താൽ പ്രയത്നം ഉണ്ടാകണം, and endurance of hope as well. അതുപോലെ പ്രത്യാശയിൽ സ്ഥിരത ഉണ്ടാകുവാൻ ഇടയാകണം. So the question is, do we have such vibrant faith and such active hope in the Lord Jesus Christ? ഇത്ര ഊർജ്ജസ്വലമായ വിശ്വാസം നമുക്കുണ്ടോ? കർത്താവിൽ ഇത്ര വലിയ പ്രതീക്ഷയും പ്രത്യാശയും നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. So that's the first thing that we see. അതാണ് നാം കാണേണ്ട ഒന്നാമത്തെ കാര്യം. So in verses 2 and 3 we saw that 2-3 വാക്യങ്ങൾ നാം അതാണ് കണ്ടത്. a genuine church exhibits vibrant faith and an active spiritual life. യഥാർത്ഥമായ ഒരു സഭ എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ്, അതുപോലെ സ്നേഹപ്രയത്നമുള്ളതാണ്. So Paul made it clear to us by talking about 3 Christian virtues: faith, hope, and love. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 വളരെ പ്രസക്തമായ ഗുണങ്ങൾ സഭയ്ക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. So now in verses 4 through 10 he gives us a second quality of a genuine church. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു യഥാർത്ഥ സഭയുടെ മറ്റൊരു സവിശേഷത നമുക്ക് കാണാൻ കഴിയും. And these verses say ഈ വാക്യങ്ങൾ എന്താണ് നാം കാണുന്നത്? that a genuine church exhibits clear evidence of salvation. ഒരു യഥാർത്ഥമായ സഭ, ആ സഭ ഒരു വീണ്ടെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തുന്നതാണ്. The church exhibits a clear evidence of salvation. വീണ്ടെടുപ്പിന്റെ യഥാർത്ഥമായ തെളിവ് ആ സഭയുടെ പ്രവർത്തനത്തിൽ കാണണം. So in an authentic church or in a true church, ഒരു യഥാർത്ഥമായ ആധികാരികമായ സഭയിൽ the members show through their life and ministry that they have been chosen by God and they actually belong to God. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ സഭയിലെ അംഗങ്ങൾ എന്നുള്ളത്, ആ വസ്തുത ലോകത്തിന് പ്രകടമാകുമെന്നും അവർ വെളിപ്പെടുത്തുവാൻ ഇടയാകും. And that's exactly what we see in the church at Thessalonica. അതാണ് തെസ്സലോനിക്ക സഭയിൽ നാം കാണുന്നത്. And in verses 4 through 10 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ Paul revealed the evidence of the Thessalonian salvation. തെസ്സലോനിക്കരുടെ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് താൻ വിശദമായിട്ട് സൂചിപ്പിക്കുകയാണ്. And he looks to the past താൻ ഭൂതകാലങ്ങളിലേക്ക് നോക്കി and he remembers the initial encounter that he had with them when he brought the gospel to them. അവരടുത്ത സുവിശേഷവുമായി താൻ എത്തിയപ്പോൾ ആദ്യം അവരുമായിട്ടുള്ള ആ സമ്പർക്കം താൻ ഓർക്കുകയാണ്. And then he remembers that it was full of evidence about the genuineness of salvation. ഇപ്പോൾ തനിക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ആ മാനസാന്തരത്തിന്റെ, ആ വീണ്ടെടുപ്പിന്റെ വളരെ പ്രകടമായ സാക്ഷ്യങ്ങളാണ്. And so Paul gives us 3 things about it. 3 കാര്യങ്ങൾ ഇവിടെയും താൻ സൂചിപ്പിക്കുന്നത് പൗലോസ്. And I want to look at them one by one about the evidences that Paul gives of the Thessalonian salvation. തെസ്സലോനിക്ക വിശ്വാസികളുടെ ആ വീണ്ടെടുപ്പിനെ കുറിച്ച്, അവരുടെ മാനസാന്തരത്തെ കുറിച്ച് ആ പ്രകടമായ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. The first thing that Paul says is, ഒന്നാമത്തെ കാര്യം, Paul's gospel came with power and conviction. വളരെ ശക്തിയോടുകൂടി ആ ബോധ്യം, സുവിശേഷ ബോധ്യം അവർക്കുണ്ടായി എന്നുള്ളതാണ്. Look at verses 4 and 5. 4-5 വാക്യങ്ങളിൽ I'll read that for you in English. Yeah.
knowing, brethren, beloved by God, his choice of you, for our gospel did not come to you in word only, but also in power and in the Holy Spirit, and with full conviction, just as you know what kind of men we proved to be among you for your sake. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. Now Paul says here ഇവിടെ പൗലോസ് പറയുന്നത് that divine love is the foundation of the Thessalonian faith. തെസ്സലോനിക്ക സഭയുടെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു സ്നേഹമാണ്. And that's why he calls them brethren beloved by God. കർത്താവിൽ പ്രിയപ്പെട്ടവരെ എന്ന് താൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ എന്ന് താൻ വിളിക്കുന്നതിന്റെ കാരണം അതാണ്. And this makes Paul give thanks to God for them. അവർക്ക് വേണ്ടി അതുകൊണ്ടാണ് താൻ ദൈവത്തെ സ്തുതിക്കുന്നത്. And here in the next phrase, അടുത്ത പ്രയോഗത്തിൽ നാം കാണുന്നത് where Paul says, for our gospel did not come to you in word only, but also in power and in the Holy Spirit and with full conviction. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. Paul here is not describing the experience of the Thessalonian church. തെസ്സലോനിക്ക സഭയുടെ അവരുടെ അനുഭവങ്ങളെ കുറിച്ചല്ല താൻ ഇവിടെ പറയുന്നത്. He is not describing the experience of the Thessalonian അവരുടെ church, അനുഭവങ്ങളെ കുറിച്ചല്ല താൻ ഇവിടെ പറയുന്നത്. but he is talking about the experience of Paul and the other preachers who went to preach the gospel there to them. അവിടെ സുവിശേഷം അറിയിക്കാൻ പോയ പൗലോസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ അനുഭവങ്ങളാണ് താൻ സൂചിപ്പിക്കുന്നത്. And he is saying to them, അവരോട് താൻ പറയുന്ന കാര്യം എന്താണ്? that our gospel that we preached initially to you ഞങ്ങൾ ആദ്യം നിങ്ങളോട് സുവിശേഷം പങ്കുവച്ചപ്പോൾ did not come to you in word only, അത് കേവലം വാക്കുകളായിട്ടല്ല, വചനങ്ങൾ മാത്രമായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നത്, നിങ്ങൾ സ്വീകരിച്ചത്, but also in power and the Holy Spirit and full conviction. വളരെ ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നാണ്. Listen carefully, please. ശ്രദ്ധിച്ചു കേൾക്കുക. In other words, Paul is saying, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പൗലോസ് താൻ അർത്ഥമാക്കുന്നത്, when I was preaching the gospel, I was experiencing that power. ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ ആ ശക്തി എനിക്ക് അനുഭവവേദ്യമായി എന്നാണ് പൗലോസോട് അവകാശപ്പെടുന്നത്. We were experiencing that power when we preached the gospel. ഞങ്ങൾ സുവിശേഷം പറഞ്ഞപ്പോൾ ആ ശക്തി ഞങ്ങൾക്ക് അനുഭവവേദ്യമായി. And Paul is saying, and that is evidence that your salvation is real. നിങ്ങളുടെ ആ മാനസാന്തരം യഥാർത്ഥമായിരുന്നു എന്ന് ഉള്ളതിന്റെ തെളിവാണത്. This is a very interesting thing seen only here in the entire New Testament. പുതിയ നിയമത്തിൽ ഉടനീളം നാം നോക്കിയാൽ ഇവിടെ മാത്രം നാം കാണുന്ന ഒരു വസ്തുതയാണത്. Paul doesn't speak about this anywhere else so directly. ഇത്ര പ്രകടമായ നിലയിൽ പൗലോസ് ഇക്കാര്യം വേറെ എങ്ങും പറയുന്നില്ല. Paul is saying, I experienced power when I preached the gospel to you, and that is evidence for me that you're actually genuine. ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അത് എനിക്ക് ബോധ്യമായി, എനിക്ക് അനുഭവവേദ്യമായി ആ ശക്തി. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. So Paul the preacher is saying that God was moving through me powerfully when I spoke to you the gospel. ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് താൻ അർത്ഥമാക്കുകയാണ്. And because God is moving through his own life powerfully, he was sure and confident that God is doing the work of conversion in the hearers as well. സുവിശേഷ പ്രഘോഷണ വേളയിൽ തന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നടക്കുന്നു എന്ന് പൗലോസിന് ബോധ്യമായതുകൊണ്ട് താൻ മനസ്സിലാക്കിയ ഒരു വസ്തുത ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ജീവിതത്തിലെ ഉണ്ടായ മാറ്റം യഥാർത്ഥമായിരുന്നു എന്നുള്ളതാണ്. And so right at the beginning Paul says, അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ പൗലോസോട് പറയുകയാണ്, I know that your salvation is genuine നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം യഥാർത്ഥമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. because when I was preaching to you, I could experience God's power going into me. കാരണം ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രകടമായി തീർന്നു. This is a thrilling experience, in fact. വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. A wonderful experience that every preacher must, desire. ഓരോ പ്രസംഗകനും അഭിലഷിക്കേണ്ട, ആഗ്രഹിക്കേണ്ട ഒരു വസ്തുതയാണ്. That's Paul's testimony here. അതാണ് പൗലോസിന്റെ ഇവിടെയുള്ള സാക്ഷ്യം. Paul is saying that the very experience of the preachers, as they experienced the power of God, gave us the evidence that God is doing the work in the hearts of the people. ഒരു പ്രസംഗകൻ താൻ പ്രസംഗിക്കുമ്പോൾ ദൈവിക ശക്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കേൾവിക്കാരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. And then in verse 5, 5-ാം വാക്യത്തിൽ തന്നെ Paul adds something to this. മറ്റു ചില കാര്യങ്ങൾ കൂടെ പൗലോസ് പറയുകയാണ്. Just as you know what kind of men we proved to be among you for your sake. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്നറിയുന്നുവല്ലോ. Notice here he is saying that the quality of preaching was also affirmed by the quality of their lives. അവരുടെ വാക്കുകൾ മാത്രമല്ല അവർ പെരുമാറ്റത്തിലും നിലവാരമുള്ളതായിരുന്നു എന്നുള്ളതാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. So let me put these two together. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് ചിന്തിക്കാം. Initially Paul said,
ആരംഭത്തിൽ പൗലോസ് പറയുകയാണ്, I know that your salvation is genuine നിങ്ങളുടെ മാറ്റം, നിങ്ങളുടെ മാനസാന്തരം യഥാർത്ഥമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. because when I preached to you initially, I could experience the power of God. കാരണം നിങ്ങളോട് വചനം പ്രസംഗിച്ചപ്പോൾ ആ ദൈവശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. And then he's adding one more layer to it. ആ ഒരു ഘടകം കൊടുത്താൻ എന്നോട് ചേർത്ത് പറയുകയാണ്, One more layer to it. ഒരു പ്രതലം കൊടുത്താൻ ചേർത്ത് പറയുന്നു. He's saying, I know that you're genuine നിങ്ങൾ യഥാർത്ഥമായ മാറ്റം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. because of the kind of lives that we lived as preachers. കാരണം ഞങ്ങളുടെ പെരുമാറ്റം അങ്ങനെയുള്ളതായി തീർന്നു എന്നുള്ളതാണ്. So Paul is saying, I know the genuineness of your conversion നിങ്ങളുടെ ആ മാറ്റത്തിന്റെ യഥാർത്ഥം ആണ് എന്നുള്ളത് എനിക്ക് ബോധ്യമാണ്. because when I was preaching, power was seen in me. I could experience God's power. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളോട് ഞങ്ങൾ വചനം പ്രസംഗിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, ദൈവിക ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. And also the kind of life that I lived as I came and preached to you. അത് മാത്രമല്ല, നിങ്ങളോട് വചനം പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ജീവൻ നയിക്കുവാൻ, അങ്ങനെയുള്ള പെരുമാറുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. So Paul is giving his own experience of God and his own life and ministry as the evidence of the Thessalonian salvation. അപ്പോ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തെസ്സലോനിക്ക സഭയുടെ മാറ്റം എന്ന് പറയുന്നത് അതിന്റെ കാരണമായി രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. തന്റെ വാക്കുകൾ അല്ലെങ്കിൽ താൻ പ്രസംഗിച്ചപ്പോൾ തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ദൈവിക ശക്തി, അതോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിലുണ്ടായ ആ പെരുമാറ്റ രീതിയിലുള്ള സവിശേഷത. This is a very important concept that Paul is giving us here. നമുക്കിവിടെ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്. In other words, Paul is saying you actually responded to a true, powerful preaching of the gospel by a man who lives it out. ഒരു ശക്തിയേറിയ വചനം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സുവിശേഷ പ്രഘോഷണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് വേറെ നിലയിൽ പറഞ്ഞാൽ പൗലോസോട് അർത്ഥമാക്കുന്നത്. So that's the first evidence he gives. അതാണ് താൻ ഇവിടെ കൊടുക്കുന്ന ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്. Paul's gospel came with power and conviction. പൗലോസ് പറയുന്ന സുവിശേഷം വളരെ ശക്തിയോടെ പൂർണ്ണ നിശ്ചയത്തോടുകൂടി അവരുടെ അടുത്തേക്ക് വന്നു. The second evidence is രണ്ടാമത്തെ തെളിവ്, the Thessalonians received the gospel and they furthered the gospel. അവർ ആ സുവിശേഷം കേൾക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. Look at verses 6 through 8. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. You also became imitators of us and of the Lord, having received the word in much tribulation with the joy of the Holy Spirit, so that you became an example to all believers in Macedonia and in Achaia. For the word of the Lord has sounded forth from you, not only in Macedonia and Achaia, but also in every place your faith toward God has gone forth, so that we have no need to say anything. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. Now listen carefully, please. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. As Paul moves from his experience to the Thessalonian experience, തന്റെ അനുഭവത്തിൽ നിന്നും തെസ്സലോനിക്കരുടെ അനുഭവത്തിലേക്ക് പൗലോസ് നീങ്ങുകയാണ്. he is giving us a second evidence of their genuine conversion. അവരുടെ മാറ്റം യഥാർത്ഥമാണ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവാണ് ഇവിടെ പൗലോസ് പറയുന്നത്. And in verse 6 he says, 6-ാം വാക്യത്തിൽ താൻ പറയുന്നത് എന്താണ്? You also became imitators of us and of the Lord. നിങ്ങൾ ഞങ്ങളുടെയും കർത്താവിന്റെയും അനുകാരികളായി തീർന്നു. So Paul's question is this. എന്താണ് ഇവിടെ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്? How do I know that the Thessalonians' conversion is genuine? ഈ തെസ്സലോനിക്ക വിശ്വാസികൾ എങ്ങനെയാണ് അവർക്കുണ്ടായ മാറ്റം ശരിയായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്? Because they became imitators of Paul, Silas and Timothy, and not just that, of the Lord Jesus Christ himself. അവരെ പൗലോസിന്റെയും ശീലാസിന്റെയും തിമോത്തിയോസിന്റെയും ജീവിതം അനുകരിച്ചു എന്ന് മാത്രമല്ല, അവർ കർത്താവിന്റെ അനുകാരികളായി തീർന്നു. And notice here, that didn't take very long. അത് ദീർഘകാലം എടുത്തുള്ള ഒരു സംഭവമല്ല. It's not after years and years and years that they followed the Lord Jesus Christ. അനേക വർഷങ്ങൾക്ക് ശേഷമല്ല അവർ കർത്താവിനെ അനുകരിക്കാൻ തുടങ്ങുന്നത്. It happened immediately. വളരെ പെട്ടെന്ന് സംഭവിച്ചിരിക്കുകയാണ്. Paul was only there for a few weeks in the city of Thessalonica. ആ തെസ്സലോനിക്ക സ്ഥലത്ത് പട്ടണത്തിൽ ഏതാനും ആഴ്ചകൾ മാത്രമേ പൗലോസ് ഉണ്ടായിരുന്നുള്ളൂ. And the opponent Jews chased him out of there. ശത്രുക്കളായ യഹൂദന്മാർ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്തത്. And in a few months he wrote back to them. ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ അവർക്ക് ഒരു കത്തയക്കുകയാണ്. And they were copying godly people is what Paul was saying. അവർ പറയുന്നത് ദൈവികരായ ഭക്തന്മാരായ ആളുകളെ അവർ അനുകരിക്കുന്നു എന്നുള്ളതാണ്. So when Paul says that they were actually mimicking or copying the Lord Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിനെ അവർ അതുപോലെ അനുവർത്തിക്കുകയാണ്, അവന്റെ സ്വഭാവ സവിശേഷതകൾ ആവർത്തിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ എന്നാണ് പൗലോസ് പറയുന്നത്. I'm pretty sure Paul had in mind his love and suffering. തന്റെ ദൈവത്തോടുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടത, ഇതൊക്കെ പൗലോസിന്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം. So in other words, Paul is saying this. വേറെ പറഞ്ഞാൽ പൗലോസ് അർത്ഥമാക്കുന്ന ഇതാണ്: I know that you're genuine
നിങ്ങൾ യഥാർത്ഥമായി മാറ്റമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. because you imitate us and you imitate the Lord Jesus നിങ്ങൾ Christ. ഞങ്ങളുടെ അനുകാരികളാണ്, മാത്രമല്ല കർത്താവിന്റെ അനുകാരികളാണ്. Look at the middle of verse 6, please. 6-ാം വാക്യത്തിന്റെ മധ്യഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. Having received the word in much tribulation with the joy of the Holy Spirit. സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. Here is one more mark that Paul gives. ഇവിടെ ഒരു തെളിവൂടെ പൗലോസ് നൽകുകയാണ്. There is a transcendent joy, he says. അസാധാരണമായ ഒരു സന്തോഷം ഇവിടെ പ്രകടമാവുകയാണ്. And he says indirectly പരോക്ഷമായി താൻ ഇങ്ങനെ പറയുന്നു, that I have no question about the reality of your faith, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. because it was your experience to receive the word in much tribulation with the joy of the Holy Spirit. വളരെ പ്രതിസന്ധികളുടെ മധ്യത്തിലും വളരെ സന്തോഷത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു എന്നുള്ളത് തന്നെ അതിന്റെ തെളിവാണ്. So Paul is thinking back to their conversion and their response to the gospel that Paul preached. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തോട് അവർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള കാര്യം പൗലോസ് ഇപ്പോൾ ചിന്തിക്കുകയാണ്. In the midst of much tribulation, വളരെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ they received the gospel with the joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആത്മാതിരോഗത്തോടെ അവർ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു. And Paul says, I know that you are genuine. നിങ്ങൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥ മാറ്റം നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Look at verse 7 now. 7-ാം വാക്യം നോക്കുക. So that you became an example to all the believers in Macedonia and in Achaia. മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി തീർന്നു. The actual word used here, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥമായ പദം എന്ന് പറയുന്നത്, the word example means an exact copy. കൃത്യമായി കോപ്പി ചെയ്യുക എന്നുള്ളതാണ്, പകർത്തുക എന്നുള്ളതാണ് അതിന്റെ മാതൃക എന്നുള്ളതിന്റെ അർത്ഥം. So they became a model for other Christians to follow. അനുകരിക്കുവാൻ മാതൃക വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മോഡലായി അവർ മാറുകയാണ്. You know, brothers and sisters, this verse never ceases to thrill me. ഇവിടെ ഈ വാക്ക് എന്നെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. It's a tiny baby church, വളരെ ചെറിയൊരു സഭ, ഒന്ന് ഓർത്തു നോക്കുക. just been a few months, ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു സഭ, and a sea of paganism all around it. ചുറ്റുവട്ടങ്ങളിലെല്ലാം വിജാതീയത നിറഞ്ഞു നിൽക്കുകയാണ്. And yet the Spirit of God was mightily working in the church that they became examples. എന്നാൽ അവർ ഇതാ വളരെ സജീവമായി തീരുകയാണ്. മാത്രമല്ല ചുറ്റുവട്ടങ്ങളിലുള്ളവർക്ക് അവർ മാതൃകയായി തീരുകയാണ്. In all the districts of Macedonia and Achaia. മക്കെദോന്യയിലുള്ള എല്ലാ ജില്ലകളിലും അഖായയിലും എല്ലാവർക്കുമുള്ള എല്ലാ വിശ്വാസികൾക്കും അവർ മാതൃകയായി തീരുകയാണ്. So Christ was being formed in them. അവരിൽ ക്രിസ്തു ഉരുവായി തീർന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. And Paul says, I know you are genuine. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Look at verse 8. 8-ാം വാക്യം നോക്കുക. For the word of the Lord has sounded forth from you, not only in Macedonia and Achaia, but also in every place your faith toward God has gone forth, so that we have no need to say anything. നിങ്ങൾ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്ന മക്കെദോന്യയിൽ അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം പ്രസ്തുതമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. In all of the epistles that Paul wrote, പൗലോസ് എഴുതുന്ന എല്ലാ ലേഖനങ്ങളും നാം പരിശോധിച്ചാൽ, I think this is the greatest statement ever made about a church's evangelistic zeal. ഒരു സഭയുടെ സുവിശേഷത്തെക്കുറിച്ചുള്ള ആവേശത്തെക്കുറിച്ച് താൻ പറയുന്ന ഏറ്റവും പ്രസക്തമായ ഒരു പ്രഖ്യാപനമാണിത്. The Thessalonian church was like a model church for fulfilling the Great Commission. മഹാനിയോഗം നിർവഹിക്കുന്ന കാര്യത്തിൽ ഈ തെസ്സലോനിക്ക സഭ ഒരു വലിയ മാതൃകയാണ്. And all of our assemblies must follow after what they were doing here. ഈ പ്രിയപ്പെട്ടവർ ഇവിടെ ചെയ്യുന്ന ഈ കാര്യം നമ്മുടെ എല്ലാ സഭകളും അനുവർത്തിക്കേണ്ട കാര്യം തന്നെയാണ്. Notice the first statement again. ഒന്നാമത്തെ ആ പ്രഖ്യാപനം ഒരിക്കൽ കൂടെ നോക്കുക. Verse 8. 8-ാം വാക്യം. For the word of the Lord has sounded forth from you. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നു. It means that the divine truth has gone forth from them. അത്ഭുതകരമായ സത്യം, ദൈവിക സത്യം അവരിൽ നിന്നും പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. They are the point, they are the source of initiation. അവരാണ് അവിടെ, അതായിരുന്നു സ്രോതസ്. അവിടെ നിന്നുമാണ് ഈ വാർത്ത പുറത്തേക്ക് പ്രവഹിച്ചത്. You are the ones who started it, Paul says. നിങ്ങളാണ് അത് ആരംഭിച്ചത് എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. The word sounded forth means to trumpet something. ഈ വചനം മുഴങ്ങിച്ചെന്നു എന്ന് പറയുമ്പോൾ ഒരു കാഹളനാദം പോലെയുള്ള ഒരു പദപ്രയോഗമാണ് അവിടെ. It is to trumpet something. ഒരു കാഹളം മുഴക്കുന്നതിന് തുല്യമായ പദം. So Paul is saying that it originated very strongly from you. വളരെ ശക്തമായ നിങ്ങളിൽ നിന്ന് രൂപം കൊണ്ടു എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. The idea in the original language is very strong. ആ മൂലഭാഷയിലുള്ള ആ പദപ്രയോഗം വളരെ ശക്തമായിട്ടുള്ളതാണ്. So there was an aggressive preaching of God's word courageously that was going out from the Thessalonian church. അമിതമായ ധൈര്യത്തോടെ വളരെ ശക്തമായ നിലയിൽ നിരന്തരം തെസ്സലോനിക്ക സഭയിൽ നിന്നും സുവിശേഷ ഘോഷണം ഉണ്ടായി എന്നുള്ളതാണ് അവർക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്. Where did they learn it from? അവരെവിടെ നിന്നാണ് കാര്യം പഠിച്ചത്? Remember in the previous context, ഇതിന് മുൻപിലത്തെ ആ സന്ദർഭം നമുക്ക് ഓർത്തു Paul നോക്കാം. says, you became imitators of me, us and the Lord Jesus Christ. നിങ്ങൾ ഞങ്ങളുടെയും അതുപോലെ യേശുക്രിസ്തുവിന്റെയും അനുകാരികളായി തീർന്നു എന്ന് പൗലോസ് പറയുകയാണ്. So the Thessalonians learned well from Paul. ഈ തെസ്സലോനിക്കർ ഈ കാര്യങ്ങൾ പഠിച്ചത് പൗലോസും തന്നെയാണ്. They were not hesitant.
അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. They trumpeted forth the divine word to the world. ദൈവിക വചനം ലോകത്തിന് മുൻപാകെ മുഴക്കുവാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. They trumpeted forth in Macedonia, in Achaia, not just there, but in every place, everywhere. അഖായയിലും മക്കതോനിയയിലും മാത്രമല്ല, അവരെല്ലായിടത്തും ഈ വിശ്വാസം പ്രസിദ്ധമാക്കി. That's why in verse 8 he says, your faith toward God has gone forth so that we do not need to say anything. നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും എത്തിച്ചേർന്നിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് 8-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നതിന് കാരണം. Even Paul doesn't need to say anything about their faith. പൗലോസിന് പോലും അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ടി വന്നില്ല. Because everybody is talking about the Thessalonian faith. കാരണം തെസ്സലോനിക്കരുടെ വിശ്വാസത്തെക്കുറിച്ച് എല്ലാവരും പറയുകയാണ്. I don't need to tell anybody about it. എനിക്ക് ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. That's the second evidence of salvation. അവരുടെ മാറ്റത്തിന്റെ, അവരുടെ രൂപാന്തരത്തിന്റെ രണ്ടാമത്തെ തെളിവ് അതാണ്. The Thessalonians received the gospel and furthered it. അവർ തെസ്സലോനിക്കർ ആ സുവിശേഷം സ്വീകരിച്ചു, അവർ ഏറ്റുവാങ്ങി മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് മുഴക്കി അവരെ പ്രസിദ്ധമാക്കി എന്നുള്ളതാണ്. Thirdly and lastly, മൂന്നാമതായിട്ട് അവസാനമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, the third evidence he mentions is, മൂന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്, the Thessalonians had a radical conversion. സമൂലമായ ഒരു പരിവർത്തനം തെസ്സലോനിക്കർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. Look at verses 9 and 10. 9-10 വാക്യങ്ങൾ. For they themselves report about us what kind of a reception we had with you, and how you turned to God from idols to serve a living and a true God, and to wait for his Son from heaven, whom he raised from the dead, that is Jesus, who rescues us from the wrath to come. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന് എന്നും അവർ തന്നെ പറയുന്നു. So Paul begins in verse 9 by talking about people speaking about the kind of reception that Thessalonians gave to Paul. പൗലോസിന് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ നൽകിയ സ്വീകരണത്തെക്കുറിച്ച് ആണ് താൻ ഇവിടെ ആദ്യം സൂചിപ്പിക്കുന്ന 9-ാം വാക്യ ആദ്യ ഭാഗം. And then he says, I know that you are genuinely saved. നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. Because you turned to God from idols. നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്നും വിട്ടുതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞു, അതാണ് അതിന്റെ കാരണം. And you began to serve a living God. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ സേവിക്കുവാൻ ആരംഭിച്ചു. Listen please. ശ്രദ്ധിച്ചു കേൾക്കുക. We know this very well. ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. But from this text, I just want to affirm something here. ഈ ഒരു വളരെ അസന്നിഗ്ധമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. One of the evidences of a new life is that we submit to a new master. ഒരു പുതിയ ജീവിതത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് ഒരു പുതിയ യജമാനന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. So Paul is saying you used to worship idols at one point. ഒരു ഘട്ടത്തിൽ വിഗ്രഹങ്ങളെ ഞാൻ ആരാധിച്ചു വന്നിരുന്നു. You left all of that. അതെല്ലാം അവസാനിപ്പിച്ചു. And you turned to the true and living God. അതെല്ലാം വിട്ടിട്ട് പുതിയ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു. So that's a new loyalty, that's a new allegiance. ഒരു പുതിയ സ്നേഹബന്ധം, പുതിയൊരു ഉറപ്പ്, പുതിയൊരു കൂറ് പ്രഖ്യാപനമാണ്. They have a new master now in the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു ഒരു പുതിയ യജമാനൻ അവർക്കുണ്ടായി. And look at the last point here in verse 10. 10-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് നാം കാണുന്നത്, He says, I know that you are genuine. നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Because you are committed to waiting for his Son from heaven, whom he raised from the dead, that is Jesus, who delivers us from the wrath to come. യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് താൻ പറയുകയാണ്. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, this is one of the foremost evidences for pre-tribulational rapture. മഹാപീഠനത്തിന് മുൻപിൽ സഭ എടുക്കപ്പെടുന്നുള്ളതിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു തെളിവാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. Jesus who rescues us, delivers us from the wrath to come. വരുവാനുള്ള കോപത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും എന്നുള്ളതിന്റെ തെളിവ്. Isn't that the point of the gospel, brothers and sisters? സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഒരു കാരണമല്ലേ അത്? That when we come to Jesus, നാം യേശുവിലേക്ക് വരുമ്പോൾ we are given a promise that we'll never experience the wrath of God in our lives. ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവവേദ്യമാക്കുകയില്ല എന്നുള്ള ഒരു തെളിവ്, ഒരു ഉറപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ്. And God pours out his wrath upon the wicked of this world. ഈ ലോകത്തിലെ തിന്മ നിറഞ്ഞ ദുഷ്ടന്മാരുടെ മധ്യത്തിൽ കർത്താവ് തന്റെ കോപം ഒഴിക്കുമ്പോൾ we are given a promise here that Jesus rescues us. നമ്മെ അവൻ വീണ്ടെടുക്കും, വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കും എന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്. From the wrath to come. വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള വിടുതൽ. From the wrath to come. വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള വിടുതൽ. This is our blessed hope that we have. നമുക്കുള്ള അനുഗ്രഹീതമായ ഒരു പ്രത്യാശ അതാണ്. Remember in Acts chapter 1, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, the disciples were looking at with their jaws agape as Jesus was being taken away. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത ഘട്ടത്തിൽ അതിലേക്ക് കണ്ണു തുറിച്ച് നട്ടന്നിരിക്കുന്ന ശിഷ്യന്മാരെ നമുക്കറിയാം. And 2 men dressed in white came and told the disciples, 2 വെള്ള വസ്ത്രധാരികൾ കടന്നു വന്നവരോട് പറയുന്നു, this same Jesus, അതേ യേശു
who's been taken up from you into heaven, നിങ്ങളുടെ കണ്ണിന് മുൻപിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടവനായ യേശു will come back in the same way you've seen him go into heaven. അവൻ സ്വർഗ്ഗത്തിലേക്ക് എങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടുവോ അതേ രീതിയിൽ അവൻ മടങ്ങി വരാൻ പോവുകയാണ്. Now, that is the hope of every Christian's heart. ഓരോ വിശ്വാസികളുടെ ഹൃദയത്തെ തുടിപ്പിക്കുന്ന ചിന്തയാണത്. And I want to affirm this once again, that the second coming is a major theme in both the Thessalonian epistles. ഈ തെസ്സലോനിക്ക 2 ലേഖനങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് കർത്താവിന്റെ പുനരാഗമനമാണ് എന്ന് വീണ്ടും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And Paul is saying that I know that you are genuine Christians, നിങ്ങൾ യഥാർത്ഥമായ ക്രിസ്ത്യാനികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. because you didn't just turn away from idols to the living God, നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ജീവനുള്ള ദൈവത്തേക്ക് തിരിച്ചു എന്നത് മാത്രമല്ല, but you began to wait for the Son from heaven, Jesus, who rescues us from the wrath to come. വരുവാനുള്ള കോപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ എന്നുള്ളതാണ് So the പ്രധാനപ്പെട്ട കാര്യം. Thessalonians had a radical conversion. ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് സമൂലമായ ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. In application, പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ let's ask ourselves this question. നമ്മുടെ തന്നെ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. And I want to sincerely ask myself this question as you ask yourself this question. നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം, ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. What evidence of salvation can be seen in our assembly? എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി, ഒരു രൂപാന്തരം ഉണ്ടായി എന്നുള്ളത് പ്രകടമായി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? Remember the 3 evidences that he gives about the Thessalonian church? തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്ന 3 തെളിവുകൾ നാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Number 1, Paul's gospel came with power and conviction. വളരെ ശക്തിയോടെ അവരിൽ സുവിശേഷം വന്നു. Number 2, the Thessalonians received the gospel and they furthered it. അവർ സുവിശേഷം സർവാത്മന സ്വീകരിച്ചു, അത് മുൻപോട്ട് കൊണ്ടുപോയി. Number 3, the Thessalonians had a radical conversion. മൂന്നാമത് അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടായി. They were waiting for Jesus from heaven who rescues us from the wrath to come. വരുവാനുള്ള കോപത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം. And these are good guidelines for us to see where we stand as assemblies. സഭ എന്നുള്ളതിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നല്ല ചിന്തകളാണ് ഇവ എന്ന് ഞാൻ കരുതുകയാണ്. So what is the point of this entire passage? ഈ വേദഭാഗത്തിന്റെ സംഗ്രഹം എന്താണ്? The whole passage basically says ഈ വേദഭാഗം അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യം, that a genuine church puts its faith in action യഥാർത്ഥമായ ഒരു സഭ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം അത് പ്രവർത്തന നിരതമാകണം and shows clear evidence of salvation. രക്ഷയുടെ വ്യക്തമായ തെളിവുകൾ പ്രകടമായി കാണുവാൻ A കഴിയും. genuine church puts its faith into action ഒരു യഥാർത്ഥമായ സഭ അവരുടെ വിശ്വാസം പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരണം and shows clear evidence of salvation. വീണ്ടെടുപ്പിന്റെ ആ വേല അവരുടെ ജീവിതത്തിൽ പ്രകടമാകണം. To put it differently, വ്യത്യസ്തമായി പറഞ്ഞാൽ an authentic church must have recognizable spiritual growth ആധികാരികമായ ഒരു സഭ എന്ന് പറയുന്നത് നിരന്തരം വളരുന്ന ആത്മീയ വളർച്ച ഉണ്ടാകുന്ന ഒരു സഭയായിരിക്കണം. and must be clear about the evidence of salvation in the midst of the people. മാത്രമല്ല ജനസമൂഹത്തിൽ ആ രക്ഷയുടെ തെളിവ് പ്രകടമായി കാണുവാൻ കഴിയണം. Thank you for your time. May the Lord bless you all. നിങ്ങളുടെ സമയത്തിനായി ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. And I want to thank the elders for this opportunity. ഇങ്ങനെ ഒരു അവസരം നൽകിയ സഭയുടെ എൽഡേഴ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.